ഇന്ന് നമ്മൾ എല്ലാവർക്കും ഓഫ് ഡേ ആയതുകൊണ്ട് നമ്മൾ ഈവനിങ് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് 2-3 സ്ഥലത്തൊക്കെ പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഒന്ന് ഡേ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ യൂണിയൻ വേൾഡ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് യൂണിയൻ വേൾഡിൽ പോകാനാണ്. പെട്ടെന്നൊരു ഔട്ടിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യം വേണ്ട സ്പോട്ട് യൂണിയൻ വേൾഡാണ്. നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള നല്ല പഴയ ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്, കാണാനും നല്ല രസമാണ്. പിന്നെ അവിടെ മെയിൻ ആയിട്ട് നമ്മൾ പോകുന്നത് കുടിക്കാനാണ്, ചാറ്റ് ബാറിലേക്കാണ്. ആക്ച്വലി ജാപ്പനീസ് സ്ക്വയർ റെസ്റ്റോറന്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാരെയും അവിടെ കൊണ്ടുപോയി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വരുന്നത്. അമ്മ പൊതുവേ നമ്മുടെ നാട്ടില് കേരള ഫുഡ് അല്ലാണ്ട് വേറൊരു ഫുഡും അമ്മയ്ക്ക് താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയാണ്. അമ്മ അപ്രൂവ് ചെയ്ത് ഒരേ ഒരു റെസ്റ്റോറന്റ് ആണ്. അമ്മയെ ആഗ്രഹം പറഞ്ഞു നമുക്കെന്നാ അവിടെ പോവാം. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന അവിടെ പോവാം. അങ്ങനെ നമ്മള് അവിടെ പോവാണ് ഗൈസ്. ബാക്കി നമുക്ക് അവിടെ ചേർന്നിട്ട് ഭയങ്കര മഞ്ഞാണ് ഗൈസ്. രക്ഷയില്ല. ഷപ്പോ ചേച്ചി, ഹൗസ് ദ വെദർ? നല്ല പാത്രയാണ്. ആക്ച്വലി ഇങ്ങനെ മഞ്ഞ് ഭയങ്കരമായിട്ടില്ലെങ്കിൽ നല്ല രസമാണ് ഇതിലെ കൂടെ ഒക്കെ നടക്കാൻ. സ്നോ വീണൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നടന്ന് നമ്മുടെ ചാറ്റ് ബാറിലേക്ക് എത്തി. ചാറ്റ് ബാർ. അച്ചു, say hi. Thank you. അപ്പൊ നമുക്ക് സീറ്റ് കിട്ടിയില്ല ഗൈസ്. അപ്പൊ 5 പേരുള്ളത് കൊണ്ട് നമ്മുടെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണോ? അച്ഛ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഗൈസ്. ഗൂഗിളിനാ സുമ്മാവാ, പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ഒക്കെ ആവും. ചേച്ചി അപ്പൊ ചാറ്റ് ബാറിനെ കുറിച്ച് എന്തെങ്കിലും പറ. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ? സ്പോട്ടാണ്. വെജ് ഓപ്ഷൻസ് കുറവാണ്, പക്ഷെ നോൺ വെജ് ആണ്. അതായത് പോർക്ക് സോസേജ്, സോസേജ്, ഗ്രിൽഡ് സോസേജ്, ഗ്രിൽഡ് ചിക്കൻ, പോർക്ക് ബെല്ലി, പിന്നെ സ്കിഡ്, ഷ്രിംപ് ആൻഡ് എഗ്. നമ്മൾ വരുമ്പോൾ സ്ഥിരമായിട്ട് ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട് നമ്മൾ പറയുന്നത്. നമുക്കിതൊന്ന് ഇന്ന് മാറ്റി പിടിക്കണം. കുറച്ചും കൂടെ ഒക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. അതിൽ തന്നെ കറങ്ങിത്തിരിഞ്ഞു വരും. ഇത് നാട്ടിലുള്ള മറ്റേ കുറെ നേരം മെനു നോക്കിയ അവസാനം പൊറോട്ടയും ബീഫും സ്ഥിരം പറയുന്നത് പോലെ ഇവിടെ വന്നിട്ട് വെറൈറ്റി ആയിട്ടുള്ളതെല്ലാം നോക്കും. പക്ഷെ അവസാനം കുറെ യൂഷ്വലി ഓർഡർ ചെയ്യുന്ന സെറ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്. പെണ്ണ്
ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങളൊരു ഡിലീഷ്യസ് ഡിന്നറിന് ശേഷം ഇറങ്ങി. ഭയങ്കര മഞ്ഞാണ് ഇവിടെയൊക്കെ, ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. കുറച്ച് കോൾഡും പിടിച്ചിട്ടുണ്ട്. മഞ്ഞത്ത് നിന്ന് കുറച്ചുകൂടെ വേഴ്സ് ആവുമെന്നാണ് തോന്നുന്നത്, അറിയില്ല. എനിവേസ് ഇപ്പം നമ്മൾ തിരിച്ചു പോകാനായിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഒട്ടും പറ്റുന്നില്ല, നല്ല സ്നോഫോൾ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, സോ ഇത്രയുള്ള നമ്മുടെ ഷോർട്ട് കുഞ്ഞു വീഡിയോ, ഈവനിങ് വീഡിയോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. വെതർ ഭയങ്കര സൂപ്പറാന്ന് പറയാൻ പറ്റൂല. നല്ല തണുപ്പുണ്ട്. തണുപ്പില്ലാന്ന് അറിയില്ല, ബട്ട് സ്നോ ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ട് ഇപ്പൊ. നല്ല സ്നോഫോളാണ്. ഓവർ ദ വീക്കെൻഡ് 21 സെന്റിമീറ്റർ എന്തോ ഒരു സ്നോ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ അത്രയും സ്നോ. So hope you guys liked our video. If you like this, please do like, share, subscribe. Bye.